വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ സീനിയറും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പെർമിഷൻ വേണം, അല്ലെങ്കിൽ സാങ്ഷൻ വേണം. എന്നാൽ മാത്രമേ ഒരു പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതേസമയം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. എങ്ങനെയാണെന്ന് പറയുന്നത്, കോടതി പറഞ്ഞിട്ടുള്ളത് CRPC 197 കറക്റ്റായിട്ട് പറയുന്നത്, അതായത് ഒരു എവിഡൻസ് ഡിനൈ ചെയ്തിട്ട് അതിനുശേഷം ആ എവിഡൻസിനെ കൊണ്ട് തന്നെ പിന്നെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി. അതായത് ആദ്യം കുറച്ച് എവിഡൻസ് കൊണ്ടുവന്നു പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ സീനിയറും അതുപോലെ തന്നെ ഗവൺമെന്റും അതൊരു ഹോൾസ് എവിഡൻസ് ആണ്, അല്ലെങ്കിൽ ഫേക്ക് എവിഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് ആ എവിഡൻസ് തള്ളിക്കളഞ്ഞു. ആ എവിഡൻസ് പോരാ, മതിയാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതേ എവിഡൻസ് എന്ത് ചെയ്തു, ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് അത് സെയിം എവിഡൻസ് ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ടുവന്നിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് CRPC 197 പറഞ്ഞത്. ഇപ്പോൾ അത് സുപ്രീം കോടതിയും ശരിവെച്ചു. എന്നാൽ അതേസമയം സുപ്രീം കോടതി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് CRPCയിൽ മാത്രമാണ്. ഈ IPCയിൽ ഏതെങ്കിലും സെക്ഷൻ ഈ ഒരു വ്യക്തിയുടെ, അതായത് ഈ പബ്ലിക് ഓഫീസറിന്റെ പേരിൽ ഉണ്ടെങ്കിൽ ഈ IPCയിലുള്ള പ്രൊവിഷനിലെ കേസ് ഏതൊക്കെയാണോ അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.